സകൃതകൃതാവായ നാട്ടുകാരെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ പുതിയൊരു ചാനലിലേക്കും കൂടിയാണ് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് സുൽത്താൻ ബത്തേരിയാണ്, വയനാടിന്റെ സ്വന്തം സുൽത്താൻ ബത്തേരി. അപ്പോ ആദ്യം ഗണപതി വട്ടം എന്നൊരു പേരിൽ അറിയപ്പെട്ടിരുന്ന സുൽത്താൻ ബത്തേരി ടിപ്പുവിന്റെ പടയോട്ട കാലത്താണ് പിന്നെ അത് സുൽത്താൻസ് ബാറ്ററി എന്ന് പേര് വന്നത്. അത് പിന്നെ കാലക്രമേണ സുൽത്താൻ ബത്തേരി എന്നതിലേക്ക് മാറുകയായിരുന്നു. ടിപ്പു നമ്മുടെ മുന്നേ നോക്കിയാണ് വരുന്നത്. സുൽത്താൻ ബത്തേരി നഗരസഭയുടെ സ്വതന്ത്ര മൈതാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണത്. ഇതാണ് ബത്തേരി പഴയ സ്റ്റാൻഡ്. ഇവിടെയാണ് അത്യാവശ്യം പ്രൈവറ്റ് ബസ്സുകളൊക്കെ വരുന്നത്. മാനന്തവാടി, കൽപ്പറ്റ അങ്ങനെയുള്ള എല്ലാ ബസ്സുകളും ഇവിടെയാണ് വരുന്നത്. ഇവിടെ പുതിയ ബസ് സ്റ്റാൻഡും ഉണ്ട്. ഇത് പഴയ ബസ് സ്റ്റാൻഡ്. ഇത് ബത്തേരി സ്റ്റാൻഡിലെ പബ്ലിക് ടോയ്ലറ്റാണ്. അത്യാവശ്യം നല്ല വൃത്തിയാണ് കേട്ടോ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗാന്ധി ജംഗ്ഷൻ. അവിടെ ഒരു ഗാന്ധി പ്രതിമയൊക്കെ ഉണ്ട് ആ ഭാഗത്ത്. അവിടെ ലൈറ്റുകളൊന്നും ഓഫായിട്ടില്ല. ഇപ്പോഴും കുറേ കടകളൊക്കെ തുറന്നു വരുന്നുള്ളൂ. സമയം 6:30 ആ സമയമായിട്ടുള്ളൂ. കച്ചവടക്കാരൊക്കെ വന്നു തുടങ്ങി. ഈ റോഡൊന്നും വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. രാവിലെ ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും അത്യാവശ്യം നല്ല തിരക്കാവും. ഇത് വൺ വേ ആണ്. നടക്കാൻ പോയ ആൾക്കാരൊക്കെ തിരിച്ച് വീട്ടിലേക്കുള്ള നടപ്പാന്ന് തോന്നുന്നു. നമ്മളും രാവിലെ നടക്കുന്നുണ്ട്. ഇവിടെയാണ് ഐശ്വര്യ അതിലെ തിയേറ്ററൊക്കെ ഉള്ളത്. അവരുടെ പുതിയൊരു പ്രോജക്റ്റാണിത്, ഐസെക് സെൻറ്റർ സ്ക്വയർ. കാണുന്ന ഇമേജും ഇതേതാ ഈ പ്ലാന്റും. ഇതിൻ്റെ ബോർഡൊക്കെ പോയല്ലോ. ഇവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ബത്തേരിയുടെ പ്രശസ്തമായ ഹോട്ടൽ ജൂബിലി റെസ്റ്റോറൻറ്റ്, ദ ഗ്രേറ്റ് ജൂബിലി. രാവിലെ കിട്ടുകയും ചെയ്യും. ഇവിടെ കയറ്റി കഴിഞ്ഞാൽ അമ്മമാർക്ക് കൊടുക്കാൻ പിന്നെ ലോൺ എടുക്കേണ്ടി വരും. ഇതിലെ ഇത് എൻട്രി ഇല്ലല്ലോ. കസ്റ്റമേഴ്സ് ഇപ്പൊ ഓപ്പൺ അല്ല, കുറച്ച് കണ്ട് ഓപ്പൺ ആയിരിക്കും. വഴിയൊക്കെ ഓപ്പൺ ആണ്. കേസ് അവർ ഞങ്ങൾക്ക് വേണ്ടി പറയുന്നു. ഇതാണ് അസംഷൻ ഹോസ്പിറ്റൽ. അതിന് തൊട്ടപ്പുറത്താണ് അസംഷൻ്റെ പള്ളിയും. ഇവിടെ അത്യാവശ്യം ബത്തേരിയിലെ ആൾക്കാരെല്ലാം പോകുന്നൊരു ഹോസ്പിറ്റലാണിത്. ഇതിങ്ങനെ പോയി നമുക്ക് മീനങ്ങാടി, കൽപ്പറ്റ, വൈത്തിരി വഴി കോഴിക്കോട് പോവാം. പിന്നെ വേണമെങ്കിൽ ബീനാശിൽ നിന്ന് തിരിഞ്ഞ് മാനന്തവാടി അങ്ങോട്ടേക്കും പോവാം.
ജെയിൻ ടെമ്പിൾ എവിടെയാണ് ജെയിൻ ടെമ്പിൾ? ഇപ്പോൾ ഓപ്പൺ ആകാത്തതുകൊണ്ട് അങ്ങോട്ട് കയറുന്നില്ല. ഇവിടെ ഓപ്പൺ ആകുമ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ ആകുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഓപ്പൺ അല്ല, അത് കാരണം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ആ ഗേറ്റിൻ്റെ എവിടെയാണ് ജെയിൻ ടെമ്പിൾ. രാവിലെ 5 മണി അല്ലെങ്കിൽ 4-4:30 ആകുമ്പോഴത്തേനും ബത്തേരി നഗരസഭയുടെ ആകും വന്നിട്ട് ഇവിടെ മൊത്തം കംപ്ലീറ്റ് ക്ലീൻ ആക്കും. അങ്ങനെ വേസ്റ്റുകളായിട്ടൊന്നും സൈഡിൽ കിടപ്പുള്ള എല്ലാം കറക്റ്റ് വൃത്തിയാക്കി സൂക്ഷിക്കുന്ന ഒരു ടൗണാണിത്. ഒരു 7 മണിയായപ്പോഴൊരു കാഴ്ചയാണ് ബത്തേരിൻ്റെ. ഒരു അസംഷൻ റോഡ് ആ ഭാഗത്തു നിന്നുള്ളൊരു വ്യൂ ആണിത്. എന്താ പള്ളിയെ കാണുന്നത് എന്ത് രസമാണ്. വളരെ മനോഹരമായൊരു ടൗണാണ് സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വളരെ വൃത്തിയുള്ളൊരു നഗരം. പേരിന് മാത്രമല്ല പ്രവൃത്തിയിലും. അതവിടെ സൂര്യൻ ഉദിച്ചു വരികയാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സൺറൈസാണ് ആ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വയനാട്ടിൽ വന്നാൽ ഏതെങ്കിലും ഒരു മലേൻ്റെ മണ്ടയിലേക്ക് പോയി ഈ ഒരു സൺറൈസൊക്കെ കാണുന്നത് വളരെ അടിപൊളിയായിരിക്കും. അടിപൊളിയായിട്ടൊരു കാഴ്ചയായിരിക്കും. ഇവിടെ നമ്മുടെ കുറുമ്പാലക്കോട്ട, അമ്പൂത്തി ഹിൽസ്, അങ്ങനത്തെ കുറേ ഹിൽസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി ഒന്ന് ഈ ഒരു സൺറൈസ് കാണുകയാണെങ്കിൽ വളരെ അടിപൊളിയായിരിക്കും. ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും ഇതൊക്കെ കാണാൻ തന്നെ. ബത്തേരിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ് പൂക്കൾ. റോഡിന് സൈഡിന് നിറയെ പൂക്കൾ ചട്ടികളൊക്കെ വെച്ച് അടിപൊളിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ഡെയിലി വെള്ളം നനച്ചും നല്ല വൃത്തിയിലാണ് നോക്കുന്നത്. രാവിലെ വരുമ്പോൾ തന്നെ ഞങ്ങൾ കണ്ടിരുന്നു നഗരസഭേൻ്റെ ആൾക്കാർ വന്നിട്ട് ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ശരിക്കും ഇന്ന് മഞ്ഞ് കുറവാണ്. അപ്പോൾ കോടമഞ്ഞും കൂടി ഉണ്ടെങ്കിൽ ഈ ഒരു ഷോട്ടൊക്കെ ഈ ഒരു വ്യൂ ഒക്കെ അടിപൊളിയായിരിക്കും. പലരും ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകണം. ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. സുൽത്താൻ ബത്തേരി എന്നൊക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കുമ്പോൾ തന്നെ കാണാം ഇതിൻ്റെ മഞ്ഞിൽ പൊതിഞ്ഞ് നിൽക്കുന്ന ആ ഒരു വ്യൂ ഒക്കെ. ബത്തേരിയുടെ വൃത്തിയുടെ കാര്യത്തിൽ ഒട്ടും പിന്നോക്കമല്ലാത്തതുകൊണ്ട് തന്നെ ഈ ബോർഡ് കണ്ടാൽ തന്നെ മനസ്സിലാവും. കാരണം വെച്ചാൽ ടൗണിൽ തുപ്പാൻ പാടില്ല, ഇവിടെ തുപ്പരുത്. തുപ്പിക്കഴിഞ്ഞാൽ 500 രൂപ പിഴ അടയ്ക്കണം. 500 രൂപ പിഴ അടയ്ക്കുന്നതല്ല, നമ്മുടെ നഗരം അത്രയും മനോഹരമായി വൃത്തിയെ കൊണ്ടുനടക്കാൻ വേണ്ടിയാണ് ഇതുപോലെയുള്ള ചില പരിപാടികളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ വൃത്തിയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ് എന്നാണ് ബത്തേരി നഗരസഭ അവകാശപ്പെടുന്നത്. അപ്പം ആരും തുപ്പരുത്, എവിടെയും തുപ്പരുത്. അത് നല്ലൊരു ശീലമല്ല. ടൗണിലും എവിടെയും തുപ്പുന്നതല്ല. നമ്മുടെ ചുറ്റുപാടും വൃത്തിയായിരിക്കുന്നതാണ് എന്നും നല്ലത്. അപ്പം നമുക്കും അതിനു വേണ്ടി നിൽക്കാം, അതിൻ്റെ ഒപ്പം നിൽക്കാം. അതാണ് ബത്തേരി നഗരസഭ. ബത്തേരി നഗരസഭ കാര്യാലയം. സൂര്യനായിട്ട് ഉദിച്ചു വരുന്നതിൻ്റെ ലൈറ്റ്, അതിലാ ചെറിയൊരു കോടേനുള്ളിൽ കൂടെ ആ ലൈറ്റ് ഇങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്നതാണ്. എന്ത് രസമാണ്. രാവിലെ തന്നെ പണിക്ക് പോകാൻ വേണ്ടി ആൾക്കാർ നിരയായിട്ട് പോവുകയാണ്. എല്ലാവരും മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മാസ്ക് ഒന്നും വെക്കാതെ നടക്കുന്നില്ല. ഇപ്പോൾ ഞാൻ പലരുടെയും വീഡിയോ കണ്ടു, നമ്മുടെ തമിഴ്നാട് കർണാടക സൈഡിലേക്കൊന്നും ആരും തന്നെ മാസ്ക് ഉപയോഗിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത് എല്ലാവരും. പക്ഷെ നമ്മുടെ കേരളത്തിലെല്ലാവരും മാസ്ക് ഉപയോഗിക്കുന്നുണ്ട്. മാസ്ക് ഉപയോഗിക്കണം. കാരണം വെച്ചാൽ
സെക്കൻഡ് സ്റ്റേജാണ് കൊറോണൻ്റെ. അപ്പോൾ ഇനി 2021 നമുക്ക് വീട്ടിലിരിക്കാൻ കഴിയില്ല. അപ്പോൾ അത് കാരണം നമ്മളിപ്പോൾ തന്നെ എല്ലാം മുൻകരുതലുകൾ എടുത്താൽ തന്നെ നമുക്കിതിനെ ചെറുത്ത് നിൽക്കാൻ പറ്റുള്ളൂ. ആൾക്കാരോട് ഇനിയും വീട്ടിലിരിക്കാൻ പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും മാസ്കും സാനിറ്റൈസറൊക്കെ ഉപയോഗിക്കാം. ആവശ്യങ്ങൾക്കെല്ലാം പുറത്തിറങ്ങുക. ഇപ്പം എല്ലാവർക്കും ആവശ്യങ്ങളാണ്. അതിനാവശ്യമായിട്ട് പുറത്തിറങ്ങാതിരിക്കുക, മാക്സിമം കുറയ്ക്കുക. ഇതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് ആരും കേൾക്കാനും പോകില്ല. എന്നാലും ഞാൻ ചുമ്മാ പറഞ്ഞു തന്നുള്ളൂ. ഒരു സുഖം, ഒരു മനസുഖം. വയനാട് ഇവിടെ ഇപ്പം ബത്തേരിയിലിപ്പം ഏകദേശം ഒരു 15 ഡിഗ്രിയാണ് കാണിക്കുന്നത്. ക്ലൈമറ്റ് സെൽഷ്യസാണ് കാണിക്കുന്നത്, 15 ഡിഗ്രി സെൽഷ്യസാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റാണോന്ന് അറിയില്ല കേട്ടോ. എൻ്റെ ഫോണിൽ 20 കാണിക്കുന്നുണ്ട്. മിക്കവാറും ഞാനിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഹീറ്റായതിൻ്റെ പേരിൽ ഫോണ് 20 ഡിഗ്രി സെൽഷ്യസ് കാണിക്കുന്നതായിരിക്കും മിക്കവാറും. ആവണം. ഈ ഫോണ് 15 ഡിഗ്രിയാണ് കാണിക്കുന്നത്. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? 15 ഡിഗ്രി പറയാൻ പറ്റില്ല കേട്ടോ. ഈ അത്ര തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നൊന്നുമില്ല. തണുപ്പുണ്ട്, എന്നാലും കാറ്റുള്ളപ്പോഴേ ചെറിയ തണുപ്പുള്ളൂ. ബത്തേരിക്കാരുടെ സ്വന്തം മാളാണ് ഇന്ത്യ മാൾ. ഇതൊരു 2016 വന്ന മാളാണ്. ഇതാണ് ബത്തേരിൻ്റെ മറ്റൊരു ബസ് സ്റ്റാൻഡ്. ഇത് പുതിയ ബസ് സ്റ്റാൻഡാണിത്. നേരത്തെ കണ്ടത് പഴയ ബസ് സ്റ്റാൻഡ്, ഇത് പുതിയ ബസ് സ്റ്റാൻഡുമാണ്. ഇവിടെ കൽപ്പറ്റ, പനമരം, മാനന്തവാടി ബസ്സുകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇതാ ഒരു ബസ് വരുന്നു. ഇതാണ് ബത്തേരി സിവിൽ സ്റ്റേഷൻ, മിനി സിവിൽ സ്റ്റേഷൻ. ബത്തേരി ഡിപ്പോ ആണിത്. ബത്തേരി KSRTC ഡിപ്പോ. സത്യം പറഞ്ഞാൽ 3 ബസ് സ്റ്റാൻഡാണ് ബത്തേരിക്കുള്ളത്. 2 പ്രൈവറ്റ് സ്റ്റാൻഡും ഒരു KSRTC ഡിപ്പോയും. ബസ്സുകളൊക്കെ നിർത്തിയിട്ടേക്കാണ്. ഇതൊക്കെ കുത്തിക്കയറ്റി ഇട്ടേക്കാണ്. നിർത്തിയിട്ടാണോ ഇടിച്ചിട്ടാണോ? അയ്യോ, വല്ലാത്ത നിർത്തിയാണ് ഇട്ടേക്കുന്നത്. അടിപൊളി മരാട്ടോ. അതെ, ബത്തേരിയുടെ സ്വന്തം ഗവൺമെന്റ് കോളേജിലേക്ക് പോവാം. അതായത് സെന്റ് മേരീസ് കോളേജ്. ഈ വഴി തന്നെ വേറൊരു കോളേജും ഉണ്ട്, കോപ്പറേറ്റീവ് കോളേജ്. നമ്മുടെ അനവധി ഫ്രണ്ട്സ് ഒക്കെ അവിടെ പഠിക്കുന്നുണ്ട്. ഈ ബത്തേരിയിലുള്ള ആകെപ്പാടെയുള്ള ഒരു ഗവൺമെന്റ് കോളേജാണ് ഈ സെന്റ് മേരീസ് കോളേജ്. നിരവധി കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. പിന്നെ ഇത് ബത്തേരിയുടെ കോപ്പറേറ്റീവ് കോളേജാണ്, സുൽത്താൻ ബത്തേരി കോപ്പറേറ്റീവ് കോളേജ്. രാവിലെ തന്നെ ഫുട്ബോൾ കളിക്കുന്ന ഒരു വറ്റൻ ചെറുപ്പക്കാരെ നമുക്ക് ഇവിടെ കാണാം. ഇവിടെയാണ്, ഇതാണ് സെന്റ് മേരീസ് കോളേജിന്റെ ഗ്രൗണ്ട്. അപ്പൊ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ 2 പാർട്ടാണ്. ഇവിടെയാണ് ഈ ലേണേഴ്സ് ടെസ്റ്റ് ഒക്കെ നടക്കുന്നത്. RTOന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇന്നിവിടെ കുറെ പേരുണ്ട്. ഇന്നിപ്പോൾ ടെസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെയാണ് 8ഉം H-ഉം അങ്ങനെ പല പരിപാടികളും നടക്കുന്നത്. അവിടെ ഓരോരുത്തർ എടുത്തോണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്.
ഇതാണ് സെന്റ് മേരീസ് കോളേജ്. ആകർഷിക്കുന്ന മറ്റൊരു ഘടകമാണ് ബത്തേരിയിലേക്ക് വരുന്ന വഴികൾ. എന്ന് വെച്ചാല് 2 അന്യസംസ്ഥാന ബോർഡറുകളാണ് ബത്തേരിയെ തൊടുന്നത്. കർണാടക തമിഴ്നാട് ബോർഡറുകൾ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ടൗണാണ് ഈ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന നഗരം. മൈസൂരിൽ നിന്നൊരു 120 കിലോമീറ്ററും ഊട്ടിയിൽ നിന്നൊരു 100 കിലോമീറ്ററുമാണ് സുൽത്താൻ ബത്തേരിയിലേക്ക് എത്താനുള്ള ദൂരം, കിലോമീറ്റേഴ്സ്, ഡിസ്റ്റൻസ് എന്നൊക്കെ പറയാം. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ഒരു ടൗണാണ് സുൽത്താൻ ബത്തേരി. പിന്നെ മൈസൂരിൽ നിന്ന് വരുമ്പോൾ മൈസൂർ, ഗുണ്ടിൽപേട്ട, മുത്തങ്ങ വഴിയാണ് ബത്തേരിയിലേക്കുള്ള എൻട്രി. ഫോറസ്റ്റ് ഭാഗമാണ് ഈ മുത്തങ്ങ എന്ന് പറയുന്ന നല്ല തിക്ക് ഫോറസ്റ്റ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ 9 മണി to 6 മണി വരെ അവിടെ ക്ലോസ് ആയിരിക്കും മുത്തങ്ങ. അപ്പോൾ അതുവഴി ഇങ്ങോട്ട് വരുന്നവര് അതും കൂടി ശ്രദ്ധിക്കണം. പിന്നെ ഉള്ളത് കുട്ട വഴി വരുന്നവരാണ്. കുട്ട വഴി എന്ന് പറയുമ്പോൾ നേരെ മാനന്തവാടി ആ വഴി അങ്ങോട്ടാണ് പോകുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. പിന്നെ ഉള്ളത് തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഊട്ടിയിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ പാട്ടവേൽ ആ വഴിയാണ് ബത്തേരിയിലേക്ക് വരുന്നത്. ഇവിടെ നിന്ന് അങ്ങനെ വേണമെങ്കിൽ പാട്ടവേൽ, ദേവർശോല, അങ്ങനെ ഗൂഡല്ലൂർ വഴി ഊട്ടിയിലേക്ക് പോവാം. അതേപോലെ തന്നെ അവിടുന്ന് തിരിഞ്ഞ് വേണമെങ്കിൽ മസനഗുഡി എന്ന വഴികളിലേക്കൊക്കെ പോവാം. ആ വഴി നേരെ ഗുണ്ടിൽപേട്ട അവിടേക്കൊക്കെ പോയി കയറാൻ പറ്റും. ഇനി നമ്മൾ കയറാൻ പോകുന്നത് ബത്തേരി ബൈപ്പാസ് ആണ്. ഈ അടുത്താണ് പണി കഴിഞ്ഞത്, ഇതിന്റെ പണി കഴിഞ്ഞത്. ഇനിയിപ്പോൾ ടൗണിൽ ടച്ച് ചെയ്യാണ്ട് ഇതാ രാജീവ് ഗാന്ധി മിനി ബൈപ്പാസ് റോഡാണ്. ഇപ്പൊ പണി കഴിച്ചിട്ടുള്ളൂ. നല്ല കുഴപ്പമില്ലാത്ത റോഡാണ് കേട്ടോ. അത് രാവിലെ ജോഗിങ്ങിനൊക്കെ വേണ്ടി ഇതിൽ വരികയാണെങ്കിൽ നല്ല പൊളിയായിരിക്കും. ഈ കാണുന്നതാണ് താലൂക്ക് ഹോസ്പിറ്റല്. അതിന്റെ ബാക്ക് സൈഡിൽ കൂടെയാണ് ഇപ്പൊ ഈ ബൈപ്പാസ് വന്നേക്കുന്നത്. കണ്ടോ, അതിനകത്ത് എന്തൊക്കെയോ വലിയ വലിയ കൺസ്ട്രക്ഷൻ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ കാണുന്നുണ്ടാവില്ല, കുറച്ചും കൂടി അപ്പുറത്ത് പോയാൽ കാണാം. ഇതാണ് ബത്തേരി താലൂക്ക് ഹോസ്പിറ്റല്. ഇപ്പൊ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് ഇവിടെ. അത്യാവശ്യം നല്ല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്ത് നന്നായി വികസിപ്പിക്കുന്നുണ്ട്. എന്തായാലും അടിപൊളിയാണ്. അത്യാവശ്യം എല്ലാ ഫെസിലിറ്റിയോട് കൂടിയാണ് ഈ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു നേട്ടമാണ് ഈ ഗവൺമെന്റിന്റെയും എല്ലാവരുടെയും ഒരു നേട്ടമായിട്ട് നമുക്കിത് കാണാം. എല്ലാവർക്കും ഉപകാരപ്പെടണമല്ലോ, അതിനാണല്ലോ താലൂക്ക് ഹോസ്പിറ്റലൊക്കെ ഉണ്ടാക്കുന്നത്. സൗജന്യമായുള്ള ചികിത്സയൊക്കെ കിട്ടൂലേ? കിട്ടും. യെസ്. എന്തായാലും അടിപൊളിയാണ്. അടിപൊളി കൺസ്ട്രക്ഷൻ ഒക്കെ ആണ്. അതെ, പണി നടന്നുകൊണ്ടിരിക്കും. ഇതും കൂടി കഴിയുമ്പോഴത്തേനും ആ ബ്ലോക്കും ഈ ബ്ലോക്കും കൂടി ഒരുമിച്ച് വരുമ്പോഴത്തേനും അത്യാവശ്യം നല്ല രീതിയിൽ നല്ല വലിപ്പം ഉണ്ടാവും ഈ ഹോസ്പിറ്റലിന് കേട്ടോ. നമുക്ക് മെഡിക്കൽ കോളേജിന്റെ ഒരു അഭാവം ഉണ്ട് വയനാട്ടില്. അപ്പൊ അത് ഇതുവരെ വന്നിട്ടില്ല. കുറെ തറക്കല്ലൊക്കെ ഇട്ടിട്ട് വർഷങ്ങളായിട്ട് പോയിട്ടുണ്ട് തോന്നുന്നു. തറക്കല്ല് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇപ്പൊ ചീരാളി റൂട്ടിലേക്ക് വരുമ്പോഴാണ്, ചീരാളി പാട്ടവേല റൂട്ടിലേക്ക് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു പള്ളി കാണുന്നത്. നല്ലൊരു പള്ളിയാണ്, അത്യാവശ്യം നല്ലൊരു പള്ളിയാണ്, നല്ല വലിയൊരു പള്ളിയാണ്. ഈ പള്ളീൻ്റെ പേര് ഞാൻ ഇതിൻ്റെ ഇടയിൽ കൊടുക്കാം. ഇത് ഞാൻ പറഞ്ഞു വരുമ്പോഴത്തേനും സമയം പിടിക്കും. ഇതാണ് ഒരു സൈഡ് വ്യൂ എന്ന് പറഞ്ഞാൽ ഈ പള്ളീൻ്റെ. അതായത് ഇതിൻ്റെ പേര് ഇവിടെ ഉണ്ട്. ഇതാണ് പള്ളീൻ്റെ പേര്. ഈ വീഡിയോ കാണുന്ന ആദ്യത്തെ കുറച്ച് പേരായിരിക്കും കാണുള്ളൂ. അപ്പോൾ ആദ്യത്തെ കുറച്ച് പേര് എന്തായാലും ബത്തേരിയിലുള്ളവരായിരിക്കും കാണുക. അപ്പോൾ അവരോട് പറയാനുള്ളത് മാമനോടൊന്നും തോന്നല്ലേ. അപ്പൊ കാണാത്തവർക്ക് വേണ്ടിയാണ്, ബത്തേരി കാണാത്തവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ പുതിയൊരു ചാനലാണ്, പുതിയൊരു വീഡിയോ ആണ്, ഏറ്റവും പുതിയൊരു വീഡിയോ, ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.